ശ്രീലക്ഷ്മിയാണ്. ശ്രീ കെ.സി. വേണുഗോപാൽ സർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഒരു ജനാധിപത്യ ദ്രോഹ നടപടിയാണോ അല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വേണം ഒരു അഭിപ്രായം പറയാൻ. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വീഡിയോ അല്ല, മറിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങളോട് ഈ മൂന്ന് പാർട്ടിക്കാരും ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലികളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് 2001 മുതൽ 2006 വരെയുള്ള, അതായത് 25 വർഷം പിറകിലുള്ള ഒരു ചരിത്രം കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ AK ആന്റണി സാറാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ 2001 മുതൽ 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസിന്റെ കൂട്ടത്തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ AK ആന്റണി സാറ് രാജിവെച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ മന്ത്രിസഭയിലേക്ക് അന്ന് MLA അല്ലാതിരുന്ന K മുരളീധരൻ സാർ സ്ഥാനമേൽക്കുന്നു. MLA അല്ലാതിരിക്കുന്ന ഒരാൾ മന്ത്രിയായി സ്ഥാനമേറ്റു കഴിഞ്ഞാൽ പിന്നെയുള്ള ചടങ്ങെന്ന് പറയുന്നത് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇലക്ഷന് ജയിച്ച് മന്ത്രിയായിട്ട് തുടരണമെന്നുള്ളതാണ്. അതിൻ പ്രകാരം അന്ന് വടക്കാഞ്ചേരി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അചഞ്ചലമായിട്ടുള്ള ഒരു സീറ്റായിരുന്നു. അവിടെ ഇലക്ഷനെ നേരിട്ട് ജയിച്ചു വന്നത് V. ബൽറാം സാർ ആയിരുന്നു. ആ V. ബൽറാം സാറിനെ രാജിവെപ്പിച്ച് വടക്കാഞ്ചേരി എന്ന മണ്ഡലം അചഞ്ചലമായതുകൊണ്ട് തന്നെ അവിടെ ജയിക്കുമെന്ന ഉറപ്പിന്മേൽ K മുരളീധരൻ സാർ ഇലക്ഷനെ നേരിട്ടു. അന്ന് അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്നത് AC മൊയ്തീൻ സഖാവായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇലക്ഷനിൽ മുരളീധരൻ സാറ് നന്നായി തോറ്റു, മൊയ്തീൻ സഖാവ് വിജയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് മുരളീധരൻ സാറ് അവിടെ തോറ്റത്? ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ, അതായത് മുഖ്യ ഇലക്ഷൻ നടക്കുമ്പോൾ 3 പാർട്ടികളാണ് അവിടെ മത്സരിച്ചതെങ്കിൽ, അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്നെടുക്കാം, ഇവർ തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഈ മുരളീധരൻ സാറിന്റെ കേസ് വന്നപ്പോ ബൽറാം വിഭാഗവും മുരളീധരൻ വിഭാഗവും ഉണ്ടായി എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഒരു നിയമസഭയിലേക്ക് ഒരു ജനപ്രതിനിധി, അത് ഏത് പാർട്ടി പെട്ട ആളോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അദ്ദേഹവും എത്ര ബുദ്ധിമുട്ടി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്ത് അത് വോട്ടാക്കി മാറ്റിയിട്ടാണ് നിയമസഭയിൽ എത്തുന്നത്. അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. അത് ഏത് പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും ആ കഷ്ടപ്പാട് തന്നെയാണ്. തന്റെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ തന്റെ അഴിമതി കൊണ്ടോ ഒക്കെയാണ് ശ്രീ V. ബൽറാം സർ ആ ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെങ്കിൽ പ്രവർത്തകർക്ക് ഇത്രയും സങ്കടം വരില്ല. മറിച്ച് എവിടെയോ ഇരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ നേതാവിനെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ എതിരാളിയായി വരുന്ന ആളിനെ എങ്ങനെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അതൊരു സ്വാഭാവികമായ മാനുഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് മുരളീധരൻ സാർ അവിടെ തോൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുണ്ടായ നഷ്ടം എന്താണ്? അചഞ്ചലമായ ഒരു UDF കോട്ട എന്ന് പറഞ്ഞിരുന്ന വടക്കാഞ്ചേരി LDFന് പോയി. ഇത് ഒരു കഥ. ഇനി നമുക്ക് KCയിലേക്ക് തിരിച്ചു വരാം. ഈ KC വേണുഗോപാൽ സാറ് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ MP ആയി അവിടെ പോയ ആളാണ്. എന്നിട്ടോ അത് രാജിവെച്ച് ലോക്സഭാ MP ആയി കേരളത്തിൽ വന്ന് മത്സരിച്ചു. ഓക്കെ, അതും കുഴപ്പമില്ല. എന്നിട്ട് അദ്ദേഹം ജയിച്ച് MP ആയി മാറി. വളരെ സന്തോഷം. എന്നിട്ട് ഇപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഇനി ആ ലോക്സഭാ MP ആയിരിക്കുന്നത് അത് രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഇനി മുഖ്യമന്ത്രിയാകാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇലക്ഷനിൽ നിന്ന് വിജയിക്കോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് വരാം. ഇനി ഇവിടെ വരികയാണ്. അപ്പോൾ ഈ KC വേണുഗോപാൽ സാറിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നടക്കാൻ പോകുന്നത് 2 ഇലക്ഷൻസ് ആണ്, അതായത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഇനി ഇദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ ആ ലോക്സഭാ MP എന്നുള്ള സ്ഥാനത്തേക്ക് പുതിയൊരാളെ ആലപ്പുഴയ്ക്ക് വേണ്ടേ? അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണ്ടേ? ഇനി അടുത്തത് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിക്കണ്ടേ? ആ മറ്റേ കേസിലാണെന്നുണ്ടെങ്കിൽ 2001 മുതൽ 2004 വരെയെങ്കിലും ആ ഒരു MLA രാജിവെച്ച MLA നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇവിടെയോ MLA ആയി ജയിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം രാജിവെച്ച് കൊടുക്കണം ഈ KC വേണുഗോപാൽ സാറിന് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏത് MLA ആണോ രാജിവെക്കുന്നത് ആ MLAയുടെ പ്രവർത്തകരും ആ MLA ആ ഒരു സ്ഥാനാർത്ഥിയും നടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രവർത്തിച്ച് ജനങ്ങൾ കൊടുത്ത ആ വോട്ടിനെ നിഷ്കരണം തള്ളിക്കളയല്ലേ ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്? അത് 3 പാർട്ടിക്കാരും ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളിനെ ആ സ്ഥാനം ജയിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വിചാരം പിന്നെ ഈ ലോകം മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞ് വീണ്ടും കൊണ്ടു നിർത്തും. ഈ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ പൈസ ആരാ ചെലവാക്കുന്നത്? പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പറയണ്ട. കാരണം പാർട്ടി ഫണ്ടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, മുതലാളിമാരും അങ്ങനെയുള്ള ആൾക്കാരെ കൊടുക്കാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇലക്ഷൻ നടത്തുന്നതിന് സർക്കാർ ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരുടെ നികുതി തന്നെയാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇത്രയും വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടുന്ന ഫണ്ടാണ് എടുത്ത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അധികാര ദുർമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. നമ്മളോ വെയിലത്തും മഴയത്തും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശും.
അതാണ് ഞാൻ പറഞ്ഞത്. 3 പാർട്ടിക്കാരും നമ്മളോട് ചെയ്യുന്ന ജനദ്രോഹപരമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പോസ്റ്റായിട്ട് കാണരുത് എന്ന്. ഇനി KC വേണുഗോപാൽ സാർ അധികാരമേറ്റതിനു ശേഷം 6 മാസത്തിനുള്ളിൽ ഇലക്ഷനെ നേരിടാൻ വേണ്ടി ഏതെങ്കിലും ഒരു MLA പിന്നെ രാജിവെപ്പിച്ച് ആ സ്ഥാനത്ത് ചെന്ന് നിന്നാൽ ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അവിടെ 3 പക്ഷമായി മാറും. KC വേണുഗോപാൽ സാർ ഒരു പക്ഷം, കോൺഗ്രസിന്റെ തന്നെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന കാര്യം ഞാൻ പറയുന്നത്. KC വേണുഗോപാൽ സാർ ഒരു പക്ഷം, VD സതീശൻ സാറിന്റെ പക്ഷം ഒരു ഏത് MLA ആണോ രാജിവെച്ചത് അദ്ദേഹത്തിന്റെ പക്ഷം ഒന്ന്. അപ്പൊ ഈ KC വേണുഗോപാൽ സാറിന്റെ പക്ഷത്തിന്റെ വോട്ട് മാത്രമേ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. ബാക്കി 2 പക്ഷക്കാരും മറുപക്ഷത്തിന് മറു പാർട്ടിക്ക് കുത്തുക തന്നെ ചെയ്യും. അത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ ഒഴിഞ്ഞുകൊടുത്ത ഒഴിഞ്ഞുകൊടുത്ത സീറ്റിലേക്ക് KCക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ സീറ്റ് UDFന് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ എത്ര സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം പറയുന്നോ അതിൽ ഒരു സീറ്റ് കുറയും. മറ്റവര് എത്ര സീറ്റുകൾ കുറഞ്ഞു പോയി എന്ന് സങ്കടപ്പെടുന്നോ അതിൽ അവർക്ക് സന്തോഷത്തിന് ഒരു സീറ്റ് കൂടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് VDക്കും RCക്കും ഇടയിൽ, രമേശ് ചെന്നിത്തല സാറിനും സതീശൻ സാറിനും ഇടയിൽ അവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാവട്ടെ. എവിടെയോ ഇരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഒരാൾ വന്ന് മുഖ്യമന്ത്രി ആവേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് കൊണ്ട് പാർട്ടിക്കുള്ളിലും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അവരായി അവരുടെ പാടായി. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നത് നമ്മുടെ പൈസയാണ്, നമ്മുടെ മാത്രം പൈസയാണ്. ബാക്കി ഉണ്ടാകുന്ന MLAക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളെല്ലാം നമ്മൾ പൊതുജനങ്ങളെക്കാൾ മനസ്സിലാക്കേണ്ടത് അതാത് പാർട്ടിക്കാരാണ്. അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ വിധിന്ന് മാത്രം കരുതാം. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ആവശ്യവുമില്ലാതെ, ഒരു മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒരു ഉപ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുഖ്യ ഇലക്ഷൻ സമയത്ത് ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഇലക്ഷൻ ഉണ്ടാകുന്ന ചെലവ് എത്രയാണോ അത്രയും തന്നെ ചെലവ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതൽ ചെലവുകളാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ചെലവാകുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു നിയമസഭയ്ക്ക് 3 മുതൽ 10 കോടി രൂപ വരെ, ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഇലക്ഷന് ഉപതെരഞ്ഞെടുപ്പിന് 3 മുതൽ 10 കോടി വരെ ചെലവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു പറയുന്നു. ഓക്കെ, നിയമസഭാ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ലോക്സഭാ ഇലക്ഷനെ ഒരു മണ്ഡലത്തിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 50 കോടി വരെ സർക്കാരിന് ചെലവ് വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരുടെ കാശ? നമ്മൾ സാധാരണക്കാരുടെ കാശ്. നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകേണ്ട കാശാണ് ഇവരുടെ ഈ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി നമ്മൾ ബലിയാടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖ മാം നിന്ന ഇലക്ഷൻ നമുക്കറിയാലോ. ശ്രീലേഖ മാം നിന്നത് വട്ടിയൂർക്കാവിന്റെ കൌൺസിലറായി നിൽക്കുമ്പോൾ തന്നെ മാമിനെ കൊണ്ടുവന്ന് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു. പക്ഷേ മാം തോറ്റു എന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഉപതെരഞ്ഞെടുപ്പുകളൊന്നും നടത്തേണ്ടി വന്നില്ല. നമ്മുടെ സാധാരണക്കാരന്റെ പൈസയും പോയില്ല. അതേസമയം ശ്രീലേഖ മാം ജയിച്ചുവെങ്കിൽ വട്ടിയൂർക്കാവിന് പിന്നെ ആ വാർഡിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അതിന്റെ കാശ് നമ്മുടെ കാശ. അപ്പോ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മൾ പൊതുജനങ്ങൾ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഇലക്ഷൻ ആരെ വേണമെങ്കിലും നിർത്തിക്കോളൂ, ആരെ വേണമെങ്കിലും വിജയിച്ചോളൂ. പക്ഷേ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ തന്നെ ഇരുത്തണം. പിന്നെ അടുത്ത മത്സരിക്കാൻ കാൻഡിഡേറ്റ്സ് ഇല്ലേ? കാൻഡിഡേറ്റ്സ് ഇല്ലാത്തൊരു നാടൊന്നുമല്ലല്ലോ ഇത്. വേറെ കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കണം. അല്ലാതെ ഞങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ അധികാര ദുർവിനിയോഗം നടത്തണ്ട എന്നുള്ളത് നമ്മൾ പൊതുജനങ്ങളാണ് പറയേണ്ടത്. പിന്നെ KC ആയാലും രമേശ് ചെന്നിത്തല സാർ ആണെങ്കിലും VD സതീശൻ സാർ ആണെങ്കിലും മുഖ്യമന്ത്രിയായി വന്നാൽ ജനാധിപത്യപരമായി ജീവിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളുമെല്ലാം അദ്ദേഹത്തെ 2 കൈ നീട്ടി ആ സ്ഥാനത്തെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ളതൊരു മറുവശമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണം എന്ന് തോന്നി. ഞാൻ ഈ പറഞ്ഞതിലുള്ള ഫാക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിന്റെ പേരിൽ എന്റെ അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ഒന്നും വിളിക്കാൻ വരണ്ട. ഇവർ 3 പേരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുമല്ല കോൺഗ്രസ്. അതുകൊണ്ട് ഇതിൽ ആര് വന്നാലും വന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ പൊതുജനങ്ങൾ എന്ന് പറയുന്ന പേര് പറയുമ്പോൾ നമ്മൾ ഒന്നാണ്. നമ്മുടെ പൈസ എടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശരി.